വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 1059/2025 എന്ന ചോദ്യപേപ്പറാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണേ. നമ്മുടെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്ട്സൊക്കെ അതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ കാണുക. അമെൻമെൻറ്റ്സ് സെക്ഷനുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൂൾസുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റ്സ് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചു പോവാം. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. 71ാമത്തെ ചോദ്യമാണ്. ദ ക്യാബിനറ്റ് ഡിസൈഡഡ് ടു ഇംപ്ലിമെൻറ്റ് എ യൂണിഫോം സോഫ്റ്റ്വെയർ ഇൻ ഓൾ PSES ഇൻ കേരള ആൻഡ് അപ്പോയിൻറ്റഡ് ആസ് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി. ആരെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? അതായത് അമെൻമെൻറ്റിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് യൂണിഫോം ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് PSESൽ ഇൻക്ലൂഡ് ചെയ്തെന്നും അത് ഓഡിറ്റിങ്ങിൻ്റെ വിധേയമാക്കണം എന്നുമൊക്കെ അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമൊന്നും ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പ്രതിപാദിച്ചിരുന്നില്ല. അക്കൗണ്ട്സ് കമ്പ്യൂട്ടറൈസ്ഡ് ആയെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഓഡിറ്റിങ്ങിൽ വന്നിരുന്നില്ല അന്ന്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇതെല്ലാം, അതായത് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ അവരുടെയും കൂടി പരിഗണിക്കണം ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏത് ഏജൻസിയാണ്, ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ഏതായിരുന്നു എന്നാണ്. പ്രമുഖ പത്രങ്ങളിലെല്ലാം തന്നെ അതുണ്ടായിരുന്നു കേട്ടോ. ഏത് ഏജൻസിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് ഒരു കറണ്ട് അഫെയർസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൈക്രോസോഫ്റ്റ് ആണോ, TCS ആണോ, വിപ്രോ ആണോ, IBI ഇന്ത്യ ആണോ? അപ്പോൾ ക്യാബിനറ്റ് ഡിസൈഡ് ചെയ്തത് ആരെയാണ് തീരുമാനിച്ചത്? ടാറ്റ കൺസൾട്ടൻസി സർവീസസിനെയാണ് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസ് ആയിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് TCSനെ. ഓക്കെ. The Cabinet on Thursday decided to implement a uniform software in all primary agricultural credit societies in Kerala and to appoint Tata Consultancy Services as the implementing agency എന്ന് തന്നെ പ്രമുഖ പത്രങ്ങൾ, അതായത് ഹിന്ദു പോലത്തെ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹിന്ദു മാത്രമല്ല, ഒരുവിധം എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എക്സാമിനൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനത്തെ നാഷണൽ ബേസിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്യുന്നത് സഹായിക്കും കേട്ടോ. പല ഗ്രൂപ്പുകളിലും ഇങ്ങനെ പല പല കാര്യങ്ങളും ഇടുന്ന ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ടെലഗ്രാമിലൊക്കെ അത്യാവശ്യം ധാരാളം ചാനലുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമാക്കുക. ഓക്കെ. നമ്മൾ ഒരു സോഴ്സിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നിങ്ങൾ ഒരുപാട് സോഴ്സസിൽ അംഗങ്ങളാവുമ്പം നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാം. അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഈസ് ഓൾസോ നോൺ ആസ്. അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയെ മറ്റേത് പേരിലാണ് അറിയപ്പെടുന്നത്? ഖുസ്രു കമ്മിറ്റി ആണോ, സ്വാമിനാഥൻ കമ്മിറ്റി എന്നാണോ, ശിവരാമൻ കമ്മിറ്റി എന്നാണോ, ബ്രഹ്മപ്രകാശ് കമ്മിറ്റി? ചെയർമാൻ്റെ പേരിൽ ഏത് ചെയർമാൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് അറിയാം അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാം, ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാം. ഖുസ്രു കമ്മിറ്റി എന്നാണ് അത് അറിയപ്പെടുന്നത്. ഖുസ്രു കമ്മിറ്റിയുടെ പർപ്പസ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ആയിരുന്നു. ദ കമ്മിറ്റി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് പ്രൊഫസർ AM ഖുസ്രു വാസ് ടു എക്സാമിൻ ദ പ്രോബ്ലംസ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ക്രെഡിറ്റ്, take stock of structural and operational deficiencies, constraints, quantitative and qualitative gaps and recommend major systematic improvements. അതായത് അഗ്രികൾച്ചറിലെ റൂറൽ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസിനെ കുറിച്ച് അനലൈസ് ചെയ്ത് അതിന് വേണ്ടുന്ന സിസ്റ്റമാറ്റിക് ഇംപ്രൂവ്മെൻറ്റ്സ് റെക്കമെൻഡ് ചെയ്തൊരു കമ്മിറ്റിയായിരുന്നു ഖുസ്രു കമ്മിറ്റി എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ദ നാഷണൽ കമ്മിറ്റി ഓൺ അഗ്രികൾച്ചർ വാസ് ഫൗണ്ടഡ് എന്നാണ് ഫൗണ്ട് ചെയ്തത്. നാഷണൽ കമ്മിറ്റി ഓൺ അഗ്രികൾച്ചർ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആണ് അവർ അപ്പോയിൻറ്റ് ചെയ്തതാണ്. അത് ഏത് വർഷമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വർഷവും മാസവും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വർഷവും മാസവും ചോദിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 1970 ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? നാഷണൽ കമ്മിറ്റി ഓൺ അഗ്രികൾച്ചറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നോക്കാം. നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ വാസ് ആൻ ഇന്ത്യൻ ഗവൺമെൻറ് ബോഡി ദാറ്റ് വാസ് ക്രിയേറ്റഡ് ടു ഫൈൻഡ് വേസ് ടു ഇൻക്രീസ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. ദ കമ്മീഷൻ വാസ് ഫൗണ്ടഡ് ഇൻ ഓഗസ്റ്റ് 1970 എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആണ് ഫോം ചെയ്തത്. അപ്പോൾ ആ സമയത്ത് നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ വാസാൻ അത് തന്നെയാണ് പറയണത് കേട്ടോ. പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ
ഫൈനൽ റിപ്പോർട്ട് 15 ഭാഗങ്ങളിലാണ് 1976 അവസാനം പ്രസൻറ്റ് ചെയ്യുന്നു. NR മിർധയുടെ കീഴിലാണ്. അപ്പോൾ ആരാണ് RN മിർധ വേറെയാണ്, ഇത് NR മിർധയാണ് കേട്ടോ. NR മിർധ എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട രാജസ്ഥാൻ എന്നുള്ള ഒരു പാർലമെൻറ്റ് അംഗമായിരുന്നു. അദ്ദേഹമാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റ് വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് 15 ഭാഗങ്ങളായിട്ടാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അവസാനം ഫൈനൽ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത് 1976 കേട്ടോ. അപ്പോൾ ആ വർഷം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് നോക്കിക്കുക. നെക്സ്റ്റ് പറയണത് FPOs ആണ് കേട്ടോ. FPOസിൻ്റെ കാര്യമാണ് പറയണത്. FPOs കനോട്ട് ബി രജിസ്റ്റേർഡ് അണ്ടർ. FPOs ആരുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് FPOs എന്ന് പറഞ്ഞാൽ? ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷനാണ് FPOs എന്ന് പറഞ്ഞാൽ. നബാർഡിൻ്റെ ഒരു വിശദമായ ഗൈഡ് ലൈൻ തന്നെയുണ്ട് FPOയുടെ FAQ പോലെ കേട്ടോ. അതായത് FPOയുടെ എങ്ങനെ FPO തുടങ്ങാം, FPO എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അങ്ങനെ പറഞ്ഞിട്ടുള്ള ധാരാളം ഗൈഡ് ലൈൻസോട് കൂടിയ നബാർഡാണ് പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ FPOs രജിസ്റ്റർ ചെയ്യുന്നത് കമ്പനീസ് ആക്ട് മുഖാന്തരം ആവാം. അണ്ടർ കമ്പനീസ് ആക്ടിലും ഈ FPOs ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻസ് തുടങ്ങാം. പിന്നെ അതാത് സ്റ്റേറ്റിൻ്റെ കീഴിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ഇപ്പോൾ കേരള ആണെങ്കിൽ നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാം. പിന്നെ കമ്പനീസ് ആക്റ്റോ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റോ അതാത് കൺസേൺഡ് സ്റ്റേറ്റിലും ചെയ്യാം. അതാണ് പറയുന്നത്. രണ്ടും. അപ്പോൾ 3 ഉണ്ട്. പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ പറ്റില്ല. അവിടെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? പാർട്ട്ണർഷിപ്പ് ആക്റ്റാണ്. ഇവിടെ അല്ലാത്തത് ഏതെന്നാണല്ലോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പാർട്ട്ണർഷിപ്പ് ആക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ പറ്റും. കമ്പനീസ് ആക്റ്റായിട്ടും പറ്റും, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റായിട്ടും പറ്റും. അതാത് കൺസേൺഡ് സ്റ്റേറ്റിൻ്റെ ഒന്നെങ്കിൽ സെൻട്രലിൻ്റെ നോക്കുക, അല്ലെങ്കിൽ അതാത് കൺസേൺഡ് സ്റ്റേറ്റിൻ്റെയും പറ്റും. അതാണ് പറയണത്. അപ്പോൾ എന്താണ് FPOs എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് എ വൺ ടൈപ്പ് ഓഫ് PO, അതായത് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. വെറുതെ മെമ്പേഴ്സാണ് ഫാർമേഴ്സ് മെമ്പേഴ്സ് ആയിട്ടുള്ള സ്മാൾ ഫാർമേഴ്സിൻ്റെ അഗ്രി ബിസിനസ് ഒരു കൺസോർഷ്യമാണ് എന്ത് FPOs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈസ് പ്രൊവൈഡിങ് സപ്പോർട്ട് ഫോർ പ്രൊമോഷൻ. ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ അഗ്രികൾച്ചറിലെയും നോൺ ഫാം പ്രോഡക്ട്സും ആർട്ടിസൻ പ്രോഡക്ട്സും ഒക്കെ ഒന്ന് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഒരു കൺസോർഷ്യമാണ് കേട്ടോ. അഗ്രി ബിസിനസ് കൺസോർഷ്യമാണ് എന്ത് FPOs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊരു പുതിയ ടേമാണ് FPOs. അപ്പോൾ നമ്മൾ അങ്ങനെ സെർച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവില്ല, കാരണം നമ്മൾ കേട്ടിട്ടില്ലല്ലോ FPOസിനെ കുറിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പുതിയ ടേമാണ്, ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ തന്നെയാണ് FPOs. അപ്പോൾ അങ്ങനത്തെ ടേമുകൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പുതുതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്ത് എഴുതി വെക്കുക കേട്ടോ. FPOs ചിലപ്പോൾ തുടർന്ന് ചോദിച്ചാലോ. ഓക്കെ, FPOs കനോട്ട് ബി രജിസ്റ്റേർഡ് അണ്ടർ. അപ്പോൾ FPOs എങ്ങനെ? അപ്പോൾ FPOസിൻ്റെ മിനിമം മെമ്പേഴ്സ് എത്രയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളിച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ FPOനെ ഇത്ര മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് FPOയുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അടുത്തത് പറയുന്നത് കോപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് കോപ്പറേഷൻ മസ്റ്റ് സക്സീഡ് വാസ് എ ഫേമസ് സെയിങ്. ആരുടെ സെയിങ് ആണെന്ന്? കോപ്പറേഷന് അറിയാവുന്നതാണ് അല്ലേ. കോപ്പറേഷൻ ഫെയിൽഡ് പക്ഷെ അത് തീർച്ചയായിട്ടും സക്സീഡ് ചെയ്യും എന്ന് പറയണത് എന്താണ്? ആരുടെ കൊട്ടേഷനാണ്? ഒന്നും തെറ്റാൻ വഴിയില്ല. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ വളരെ പ്രശസ്തമായ ഒരു കൊട്ടേഷനാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ തെറ്റിക്കില്ല എന്നറിയാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഫൗണ്ട് ചെയ്തത് കോൺഗ്രസ്സിൽ വെച്ചിട്ടാണെന്ന്. 19 ഓഗസ്റ്റ് 1895 ഏത് കോൺഗ്രസ്സിലാണ് ആദ്യമായിട്ട് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ നടക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസുമായി ബന്ധപ്പെട്ട നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് പോയി കാണുക കേട്ടോ. ഓക്കെ, ലണ്ടനിൽ വെച്ചിട്ടാണ്, ലണ്ടൻ കോൺഗ്രസ്സിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഫൗണ്ട് ചെയ്യുന്നത് എവിടെയാണ്? ലണ്ടൻ കോൺഗ്രസ്സിലാണ്. അപ്പോൾ നമ്മൾ മോർ ഫാക്ട്സ് ഉൾപ്പെടുത്താത്ത, നിങ്ങൾ ആ വീഡിയോ കാണാത്ത കൂട്ടുകാരാണെങ്കിലും ഒന്ന് പോയി കാണുക. നിങ്ങൾ നോട്ട് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങളത്തെ പോയിൻറ്റ്സ് വെച്ച് നോട്ട് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് അതൊരു അസറ്റായിരിക്കും. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഫൗണ്ടഡ് ബൈ ദ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഇൻ ലണ്ടൻ ഓൺ 19 ഓഗസ്റ്റ് 1895 എന്നാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് മോഡേൺ കൺസെപ്റ്റ് ഓഫ് കോപ്പറേഷൻ ഈസ് ഓൾ ടുഗദർ ഡിഫറെൻറ്റ് ഫ്രം ദ പ്രിമിറ്റീവ് വൺ. ഇറ്റ് ഡിനോട്ട്സ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. അപ്പോൾ ഈ ഒരു കൊട്ടേഷൻ്റെ തുടക്കം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞത് വളരെ ഫെമിലിയർ ആണ് എല്ലാവർക്കും. പുസ്തകങ്ങൾ വായിക്കുന്ന ആൾക്കാർക്ക് ഫെമിലിയർ ആയിരിക്കും,
അത് ആരുടെ കൊട്ടേഷനാണെന്ന്. ഓക്കെ, TN ഹജീലയുടെ കൊട്ടേഷനാണ് യുവർ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞ വാചകത്തോടു കൂടിയ കൊട്ടേഷൻ എന്ന് നമ്മൾ ഓർത്തു വയ്ക്കുക. ദ മോഡേൺ കൺസെപ്റ്റ് ഓഫ് കോർപ്പറേഷൻ ഈസ് ഓൾ ടുഗദർ ഡിഫറെൻറ്റ് ഫ്രം ദ പ്രിമിറ്റീവ് വൺ. ഇറ്റ് ഡിനോട്ട്സ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. ദ ഇൻ്റർപ്രിറ്റേഷൻ വാസ് ഗിവൺ ബൈ, അതായത് TN ഹജീലയാണ്. അപ്പം കൊട്ടേഷൻസൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ഡിഗ്രി ബുക്സിൽ നിന്ന് ധാരാളം കൊട്ടേഷൻസ് കാണാറുണ്ട്. അപ്പം ഡിഗ്രി ബുക്സ് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് റെഫർ ചെയ്ത് നിങ്ങൾ കൊട്ടേഷൻസൊക്കെ അതിനൊന്ന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ അതും ഡിഗ്രി ബുക്കിലുള്ളതാണ്. ഇത് TN ഹജീലയുടെ കൊട്ടേഷൻ ഡിഗ്രി ബുക്കിലാണ്. അതുപോലെ ഈ ക്വസ്റ്റ്യൻ, അത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്കണോമിക് ബെനിഫിറ്റ് ഓഫ് കോർപ്പറേഷൻ. ഇത് പെർഫെക്റ്റ് ആയിട്ട് ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഡിഗ്രിക്ക് ഒരു എസ്സേ ടൈപ്പാണ്. അത് ഓരോ യൂണിവേഴ്സിറ്റികളുടെ പുസ്തകങ്ങൾ മാറ്റണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അതല്ലാത്ത മറ്റു യൂണിവേഴ്സിറ്റി ബുക്കിലൊക്കെ ഇത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ചില പുസ്തകങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എക്കണോമിക് ബെനിഫിറ്റ്സ് എന്താണ്, അതുപോലെ തന്നെ സോഷ്യൽ ബെനിഫിറ്റ്സ് എന്താണ്, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ് എന്താണ്, അങ്ങനെ പലതരത്തിലൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്നാണ്. അപ്പോൾ നമ്മൾ PSCയുടെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോഴും ചോദ്യങ്ങളുടെ ഉറവിടം എവിടെ തന്നെയാണ്, ഡിഗ്രിയുടെ ബുക്കുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് റെഫർ ചെയ്യണം, തീർച്ചയായിട്ടും റെഫർ ചെയ്യണം. ഇല്ലയെന്ന് വെച്ചാൽ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് അത് അവൈലബിൾ ആവുമെന്ന്, സോഴ്സ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. പക്ഷേ അത് മാത്രം നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. അതിന്ന് മാത്രമൊന്നും അല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത്, പക്ഷേ കുറച്ച് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ അതൊന്ന് കിട്ടിയേക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേഷനിൽ എന്താണ് പറയണത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേഷനിൽ എക്കണോമിക് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ച് പോയിന്റുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എക്കണോമിക് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ളതാണ് എ മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ബ്രേക്കപ്പ് ഓഫ് മൊണോപ്പൊളിക് ടെൻഡൻസീസ്, അങ്ങനത്തെ അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടു ബ്രിങ് ആൻ എൻഡ് ടു മൊണോപ്പൊളിസ്റ്റിക് ടെൻഡൻസീസ്, അത് ഇതിലും കൊടുത്തിട്ടുണ്ട്. ബ്രേക്കപ്പ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് ടെൻഡൻസീസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇൻക്രീസ് ഇൻ പർച്ചേസിങ് പവർ ആൻഡ് റിയൽ വേജസ് ടു ഇൻഡിവിജ്വൽസ്. പിന്നെ അതുപോലെ എക്കണോമിക് ബെനിഫിറ്റിൽ കൊടുത്തിട്ടുള്ളത് റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ബൈ എലിമിനേഷൻ ഓഫ് അൺനെസസറി മിഡിൽ മാൻ, ദ മോർ ആക്യുറേറ്റ് കോറിലേഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, സ്റ്റെബിലൈസേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്, ജനറൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി റിലേഷൻഷിപ്സ്, ചീപ്പ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ഫാം പ്രൊഡ്യൂസേഴ്സ് അറ്റ് റീസണബിൾ പ്രൈസസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു എക്കണോമിക് ബെനിഫിറ്റ്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇല്ലാത്തത് ടു ക്രിയേറ്റ് എക്സ്പേർട്സ് ആണ്. അപ്പോൾ അതാണ് എന്ത്, ടു ക്രിയേറ്റ് എക്സ്പേർട്സ് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അങ്ങനെ ഒരു പോയിന്റ് എക്കണോമിക് ബെനിഫിറ്റ്സിൽ ഉൾപ്പെടാത്തതാണ്. അപ്പോൾ അതാണ് ഉത്തരമായിട്ട് വരുന്നത്, ടു ക്രിയേറ്റ് എക്സ്പേർട്സ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ രീതികളൊക്കെ മാറി മറിഞ്ഞ് വരികയാണ്. നമ്മൾ PSCയിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ കറക്റ്റായിട്ട് ഒരു റാങ്ക് ഫയൽ ഫോളോ ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നോക്കിയാലോ ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടിക്കൊള്ളണമെന്നില്ല. നമുക്ക് 100 മാർക്ക് നമുക്ക് വേണ്ട. നമുക്ക് 85 മാർക്ക് ഉണ്ടെങ്കിൽ നല്ല മാർക്കായില്ല, 85-80 മാർക്ക് ഉണ്ടെങ്കിലും നല്ല മാർക്കായി. പക്ഷേ നെഗറ്റീവ് ഉള്ള കാരണം എളുപ്പമല്ല. നമ്മൾ CSEBയെ സംബന്ധിച്ച് നമുക്ക് നെഗറ്റീവ് ഇല്ല. ഇനിയിപ്പോൾ അടുത്തത് 100 മാർക്കിൻ്റെ എക്സാം ആണെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ 100 മാർക്കിലുള്ള എക്സാം ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പം സെക്ഷൻ്റെ അമെൻമെൻറ്റ്സും പഠിക്കണം, റൂൾസിൻ്റെ അമെൻമെൻറ്റ്സും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അതൊക്കെ കടന്നു വരും, ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇനി സബ്ജക്റ്റിൻ്റെ എങ്ങനെയൊക്കെയാണ് ഡിവിഷൻ എന്ന് നമുക്കറിയില്ല. അതിപ്പോൾ ഏപ്രിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് അറിഞ്ഞതിന് ശേഷം നമുക്ക് ഇത്രയും കൂടി ഉഷാറായിട്ട് പഠിക്കാം. GK സീരീസ്, ഇംഗ്ലീഷും മാത്സും എത്ര മാർക്ക് എന്ന് നമുക്കറിയണം. 70 ആണോ സബ്ജക്റ്റ്, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ 10-10 ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് സാധാരണ കാണാറ്. 70 സബ്ജക്റ്റ്, പിന്നെ ബാക്കി 10 അങ്ങനെ കൊടുക്കാം. അല്ല ഇനി ഏതെങ്കിലും ടോപ്പിക്ക് കട്ട് ചെയ്യുമോയെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയണം, വഴിയേ അറിയാം. അപ്പോൾ എന്തായാലും സബ്ജക്റ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ, അത് ഉറപ്പാണല്ലോ. എല്ലാ സബ്ജക്ട്സും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ടുകളൊന്നും വേണ്ട. മാത്സും എന്തായാലും ഒഴിവാക്കാനൊന്നും പോകുന്നില്ല. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതിലൊരു ചെറിയ വ്യത്യാസം വരും എന്ന് കേൾക്കുന്നു. അപ്പോൾ അത് 100 മാർക്കിൻ്റെ എക്സാമാണ്, നെഗറ്റീവ് ഇല്ല എന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഇനി നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കേണ്ട കാര്യമില്ല. എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന എല്ലാവരും സമയം കളയേണ്ട കാര്യമില്ല, പഠിച്ചു തുടങ്ങാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് റോക്ക്ടെയിൽ പ്രിൻസിപ്പിൾ. റോക്ക്ടെയിൽ പൈനിയേഴ്സിൽ ഇല്ലാത്തത്. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പീറ്റ് ചെയ്തതാണ് കേട്ടോ. കുറച്ച് നേരത്തെ
കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ട തന്നെയാണ്. ഇതേ സംഭവം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ. കോർപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ് ഇല്ലാത്തത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത് 80ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ വേർഡ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വർ ആഡഡ് ആഫ്റ്റർ അസോസിയേഷൻസ് ആൻഡ് യൂണിയൻസ്. അതായത് അസോസിയേഷൻസ് യൂണിയൻസിന് ശേഷം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുകൂടി ആഡ് ചെയ്തത് ഏത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് അമെൻമെൻറ്റോട് കൂടിയിട്ടാണ്? പാർട്ട് 3 ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അത് ഏത് ആർട്ടിക്കിളിലാണെന്നാണ് കേട്ടോ. ഏത് ആർട്ടിക്കിളിലാണെന്നാണത്? അത് ആർട്ടിക്കിൾ 19(1)(c)യിലാണ് കേട്ടോ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഏത് സമയത്ത്? 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വന്നപ്പോഴാണ് അങ്ങനെ ഒരു മാറ്റം വന്നത്. 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വന്നപ്പോഴാണ് ഈ ഒരു കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൽ 2011 കേട്ടോ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുത്തു. എന്തിന്? ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഒരു പ്രൊട്ടക്ഷനും കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസും ഒക്കെ പ്രൊവൈഡ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട അമെൻമെൻറ്റാണ് 97ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലാണ് 2011 ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ആൻഡ് പ്രൊട്ടക്ഷൻ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കൊടുത്തത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഓട്ടോണമി, അതായത് കോപ്പറേറ്റീവ്സിന് ഓട്ടോണമി എൻഷുർ ചെയ്ത ഒരു അമെൻമെൻറ്റും ഇതായിരുന്നു കേട്ടോ. പിന്നെ റൈറ്റ് ടു ഫോം അതുവരെ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുക എന്നുള്ളത് ഒരു അവകാശം അങ്ങനെയൊന്നും ആയിരുന്നില്ല അല്ലേ. പക്ഷേ ഈ ആർട്ടിക്കിൾ 19(1)(c) ഇൻസേർട്ട് ചെയ്തതോട് കൂടിയിട്ടാണ് കോർപ്പറേഷൻ എന്തായി? റൈറ്റ് ടു ഫോം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റായി മാറി. നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ് എന്ത്? റൈറ്റ് ടു ഫോം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ളത്. ആർട്ടിക്കിൾ 1(c)യുടെ ഇൻസേർഷനോട് കൂടിയിട്ടാണ് അങ്ങനെ ഒരു മാറ്റം വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ആർട്ടിക്കിൾ 19(1)(c) എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ഫണ്ടമെൻ്റൽ റൈറ്റ് പോലെ തന്നെ ന്യൂ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിലും പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തു. അത് ആർട്ടിക്കിൾ 43(b)യിലാണ് കേട്ടോ. അതേതാണ്? ആർട്ടിക്കിൾ 43(b)യിലാണ് ന്യൂ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഓൺ പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് കൂട്ടിച്ചേർത്തത് ആർട്ടിക്കിൾ 43(b)യിലാണ്. കോർപ്പറേഷൻ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയത് സ്റ്റേറ്റ് ലിസ്റ്റിൽ സെക്കൻഡ് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. സഹകരണം എന്നുള്ളത് സെക്കൻഡ് ലിസ്റ്റിലാണ്, 7th ഷെഡ്യൂളിലാണ് കേട്ടോ. 7th ഷെഡ്യൂളിൽ സെക്കൻഡ് ലിസ്റ്റിൽ എൻട്രി നമ്പർ 32 ആയിട്ടാണ് സഹകരണം സ്റ്റേറ്റ് സബ്ജക്റ്റായിട്ട്. ലിസ്റ്റുകൾ അറിയാലോ, 7th ഷെഡ്യൂളിലുള്ളതാണ്. യൂണിയൻ ലിസ്റ്റ് അങ്ങനത്തെ ലിസ്റ്റുകളുണ്ടല്ലോ, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഈ ലിസ്റ്റുകളിലാണ് ആരാണ് ഈ ഇത് നോക്കേണ്ടത്? സ്റ്റേറ്റിന് എവിടേക്കാണ് സുപ്രീം അതോറിറ്റി ഉള്ളത്, സെൻട്രലിന് എവിടെയാണ്, സെൻട്രൽ ഗവൺമെൻറ്റിന് എവിടെയാണുള്ളത്, രണ്ടാൾക്കും കൂടിയുള്ളത്, അങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ 7th ഷെഡ്യൂളിൽ സഹകരണം ഉൾപ്പെട്ടിട്ടുണ്ട്. എവിടെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? സെക്കൻഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. എൻട്രി നമ്പർ 32ലാണ് സഹകരണം ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 80ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്ത 10 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. നന്നായിട്ട് പഠിച്ചു തുടങ്ങുക കേട്ടോ. അറിയുന്ന മേഖലകൾ ഒന്നും കൂടി ഉറപ്പിക്കുക. അറിയാത്ത മേഖലകൾ നിങ്ങൾ പഠിക്കാൻ ഉള്ള നോക്കുക. ഓക്കെ, പഠിച്ചു തുടങ്ങുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു ക്ലാസ്സായിട്ട് നമുക്ക് കാണാം കേട്ടോ. താങ്ക് യു.